കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ക്രിസ്റ്റിസാർട്സ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു ഓയിൽ പേസ്റ്റൽസിൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പെയിൻ്റാണ് ഓയിൽ പേസ്റ്റൽസ്. ഈ ബോക്സിന് 120 റുപ്പീസാണ്. 25 ഷെയ്ഡ്സ് ഉള്ള ബോക്സാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ 170 എന്നാണ് പറഞ്ഞത്, മാറിപ്പോയതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്തെടുത്ത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു പേപ്പറിനകത്തേക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പശ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈമയോ ഡ്രസ്സിലോ വെച്ചിട്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശ ഒന്ന് ഇളകി കിട്ടും. അപ്പോൾ പശ പോയി കഴിയുമ്പോൾ നമുക്ക് പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഈ മാസ്ക് പീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേപ്പർ കീറി പോകത്തില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായി ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ കീറി പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നേരം ഒട്ടിയിരിക്കണാണല്ലോ, നമ്മൾ ലാസ്റ്റ് ആണല്ലോ പറിച്ചളയുന്നത്. അപ്പോൾ നമ്മൾ പശ അങ്ങോട്ട് ചേർന്ന് ഒട്ടി ഇരുന്നിട്ട് ലാസ്റ്റ് പീൽ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ 4 വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റെഡ് കളറാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ റെഡ് കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ +3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഓയിൽ പേസ്റ്റ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ നമ്മുടെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ചെയ്തിട്ട്. അപ്പോൾ വരക്കാൻ അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മുടെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ റെഡ് കളറും ഓറഞ്ച് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ഷെയ്ഡും കൂടി ഇതുപോലെ ഒന്ന് കൊടുത്തു വെക്കാം. നന്നായിട്ട് മിക്സ് ആക്കൊന്നും വേണ്ട, നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരസി കൊടുത്താൽ മതി. നമ്മുടെ ക്രയോൺസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഓയിൽ പേസ്റ്റസ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്യണം. പിന്നെ ഞാൻ വരക്കാൻ എടുത്തിരിക്കുന്ന ഈ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ സാധാരണ നോർമൽ A4 ഷീറ്റിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ ആയി കിട്ടത്തില്ല. ഒരു പേപ്പറിൽ വേണം വരക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റിനകത്തുള്ള ബുക്കിൽ പേപ്പറിൽ വരക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേക്ക് മുമ്പ് താഴ്ഭാഗത്തുള്ള ആ മാസ്കിംഗ് ടേപ്പ് പറിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ യെല്ലോ ഷെയ്ഡ് അവിടെയും കൂടി ആ ബ്ലാങ്ക് ആയിട്ട് കിടത്തുന്ന സ്ഥലത്തേയും കൂടി കൊടുത്തിട്ട് നമ്മളത് ഇതുപോലെ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് നമുക്ക് നടുക്ക് ഭാഗത്ത് ഇതുപോലെ സെൻറ്റർ പോർഷനിലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നമ്മൾ നമ്മുടെ ഓയിൽ പേസ്റ്റസ് ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോഴാണ് നമ്മൾ എന്തിനാണ് ഈ കുത്തി വരക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് തോന്നുന്നിടത്തൊക്കെ ഇതുപോലെ സൈഡിൽ നിന്നുള്ള വശത്തു നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ. ഓയിൽ പേസ്റ്റസ് വെച്ചിട്ട് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് വേണം ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ നോർമൽ ഓറഞ്ച് കളറാണ് കൊടുത്തേക്കണേ. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ മേളിൽ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളത് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അതപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാം. എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്ന് യെല്ലോൻ്റെ മേളിലും ഡാർക്ക് ഓറഞ്ചിൻ്റെ മേളിലൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആകാശത്തൊന്ന് മുകളിൽ ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി
ഇത്രയുള്ള വീഡിയോ നമ്മളത് പീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് നമ്മുടെ പേപ്പറുമേന്ന് പറഞ്ഞു പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാസ്കിംഗ് ടേപ്പിലുള്ള പശ കളഞ്ഞിട്ട് പീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു കിട്ടും, നമുക്ക് പേപ്പർ കീറി പോകാത്തുമില്ല. അപ്പോൾ നിങ്ങൾ A4 ഷീറ്റിൽ വരക്കാണ്ടിരിക്കാൻ നോക്കണം, കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ വരക്കണം. നമ്മുടെ ഡ്രോയിങ് ബുക്ക് ഉണ്ടെങ്കിൽ, പെൻസിൽ ഡ്രോയിങ് ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് വരച്ച് ട്രൈ ചെയ്താലും മതി. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡ്രോയിങ്. പെൻസിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ കുറേ പടങ്ങൾ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിനകത്ത് ഏത് ഫോട്ടോയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ കൂട്ടുകാരെ.